നമ്മൾ ശ്രമിച്ചാലും പോകാൻ കഴിയാത്ത ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട്. വളരെ പഴയ കാലത്ത് വൈകുണ്ഠത്തിൽ ശ്രീവിഷ്ണു തൻ്റെ തന്നെ രൂപമായ ഒരു ദിവ്യ വിഗ്രഹം പൂജിച്ചിരുന്നതായി പറയുന്നു. ആ വിഗ്രഹം പിന്നീട് ബ്രഹ്മാവിന് ലഭിച്ചു. ബ്രഹ്മാവ് അത് സുതപസ്സിനും പ്രശ്നിക്കും നൽകി. അവരാ വിഗ്രഹം ഭക്തിയോടെ പൂജിച്ചു. ദൈവം അവരിൽ സന്തോഷിച്ച് 3 ജന്മങ്ങളിൽ അവരുടെ മകനായി ജനിച്ചു. അവസാനം അവർ വസുദേവനും ദേവകിയുമായി ജനിച്ചു. അവർക്ക് ജനിച്ച മകനാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ഭൂമി വിടുന്നതിന് മുൻപ് ഉദ്ധവനോട് പറഞ്ഞു, ഈ വിഗ്രഹം ഒരു ശുദ്ധമായ സ്ഥലത്ത് സ്ഥാപിക്കണം. എല്ലാവർക്കും എളുപ്പത്തിൽ എന്നെ കാണാൻ കഴിയില്ല. ഹൃദയം തയ്യാറായാൽ മാത്രം. ഉദ്ധവൻ ആ വിഗ്രഹം ഗുരുവായ ബൃഹസ്പതിക്കും വായുദേവനും നൽകി. അവർ ലോകം മുഴുവൻ തിരഞ്ഞു. അവസാനം കേരളത്തിലെ ഒരു വനഭൂമിയിൽ അവർ ആ വിഗ്രഹം സ്ഥാപിച്ചു. ആ ഭൂമി അതോടെ ശുദ്ധമായി. ശാപം മാറി. ദൈവസാന്നിധ്യം നിറഞ്ഞ ഒരു പുണ്യസ്ഥലമായി മാറി. ഗുരു എന്ന ബൃഹസ്പതിയും വായു എന്ന വായുദേവനും സ്ഥാപിച്ച സ്ഥലമായതിനാൽ ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേര് വന്നു. ഗുരുവായൂരപ്പൻ വിളിക്കാതെ ആരും അവിടെ എത്താൻ പറ്റില്ല. നിങ്ങൾ ഗുരുവായൂർ പോയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം കമന്റിൽ പങ്കുവയ്ക്കൂ.